മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരാളെ മാത്രം ലോകമായി കണ്ടവരൊക്കെയും ഒടുവിൽ ഒറ്റയ്ക്കായിട്ടേയുള്ളൂ. അതിനാൽ ആരിലും അടിമപ്പെടാതിരിക്കുക. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അറിയാത്തൊരു വേദന നിങ്ങളെയും കാത്തിരിപ്പുണ്ടാകും. നിങ്ങളെ നന്നായി മനസ്സിലാക്കിയവർക്ക് മാത്രമേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ഭക്തരെ, തിളച്ചു മറയുന്ന വെള്ളത്തിൽ നിഴൽ കാണാത്തതുപോലെ അസ്വസ്ഥമായ മനസ്സിലും പരിഹാരമാർഗങ്ങൾ കാണില്ല. മനസ്സിനെ ശാന്തമാക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തിരിച്ചറിയുന്നതിൽ ഇന്നും അന്ധനാണ്. മനുഷ്യനെ സ്നേഹിക്കാനറിയാം. അറിയാത്തത് സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാനാണ്. ഭക്തരെ, മറച്ചുവെക്കലുകൾ ഒന്നും ഇല്ലാത്തിടത്താണ് ഏതൊരു ബന്ധവും മനോഹരമാകുന്നത്. ഭക്തരെ, നിങ്ങൾ മാറി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്ന് മാത്രമാണ്. ഭക്തരെ, ആദ്യ പരാജയം നേരിടാൻ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം വിജയകരമായ ഒരു കണക്കുപോലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. പരാജയപ്പെടാത്ത ഒരു വ്യക്തി പോലും ഇന്നേ വരെ വിജയിച്ചിട്ടില്ല. ഭക്തരെ, വാക്കുകളിൽ നൽകുന്ന സ്നേഹത്തേക്കാൾ പ്രവൃത്തികളിൽ നൽകുന്ന സ്നേഹത്തെ വിശ്വസിക്കുക. ജീവിതത്തിൽ വിജയിക്കുവാൻ ആദ്യം വേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. പ്രാർത്ഥനയുടെ അളവ് കൂടുന്തോറും ജീവിതത്തിലെ അവസ്ഥകൾക്കും മാറ്റം സംഭവിക്കുന്നു. കഷ്ടപ്പെടുന്നവൻ പിന്നീട് സന്തോഷവാനാകും. എന്നാൽ കഷ്ടപ്പെടുത്തുന്നവൻ ഒരിക്കലും സന്തോഷവാനായിരിക്കില്ല. ഭക്തരെ, ഒറ്റയ്ക്കാണെന്ന ബോധമാണ് ഒരാളെ ഏറ്റവും ശക്തനാക്കുന്നത്. സങ്കടം നൽകിയ കാലത്തെ മറക്കുക. പക്ഷേ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്. ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ്. ഭക്തരെ, വാക്കുകൾ താക്കോൽ പോലെയാണ്. ഏത് ഹൃദയത്തിൻ്റെയും വാതിൽ തുറക്കാനും ഒരിക്കലും തുറക്കാനാവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് ശക്തിയുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയാണ് നിങ്ങളുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. ഭക്തരെ, സമയം, വാക്ക്, അവസരം എന്നീ 3 കാര്യങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല. അതിനാൽ സമയം പാഴാക്കാതിരിക്കുക. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും നിങ്ങളെ ആവശ്യമായി വരും എന്ന വ്യാമോഹവും പാടില്ല. ഭക്തരെ, നിങ്ങളോട് അസൂയ ഉള്ളവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങളെ വില കുറച്ച് കാണിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും പരിഹസിക്കുകയും കുറ്റങ്ങൾ പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള സ്വാർത്ഥതയാണത്. ഭക്തരെ, ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ സാധിക്കില്ല. ഏതൊരു കാര്യവും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. ചിലർ പരിഹസിക്കും, മറ്റു ചിലർ കുറ്റപ്പെടുത്തും. അതൊന്നും ചെവികൊള്ളാതിരിക്കുക. കാരണം അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഭക്തരെ, ഒരിക്കലും നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കാതിരിക്കുക. കാരണം ഒരു യാചകന് ലഭിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും ആരുമായും പങ്കിടരുത്. കാരണം നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കതിന് ഒട്ടും കഴിയില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.